മക്കളെ, വെൽക്കം ടു സൈലന്റ് ലേണിംഗ്. ഇത് നമ്മൾ എന്താ പഠിക്കുക? നമുക്ക് ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പഠിച്ചാലോ? ശരിക്കും ഉണ്ടല്ലോ, മിസ് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് വിചാരിച്ചു കൊണ്ടുവരുന്ന എല്ലാ ചെറിയ ടോപ്പിക്സും എന്റെ മക്കൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും. അതിനെ ഒന്ന് പൊടി തട്ടി എടുക്കുകയാണല്ലേ മിസ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് എന്തായിരിക്കും പഠിക്കാൻ പറ്റുക? എന്തെങ്കിലും, അല്ലെങ്കിൽ മക്കൾ തന്നെ ഇങ്ങനെ വേണമെങ്കിൽ കമന്റ് ചെയ്തോട്ടോ, എനിക്ക് അത് പഠിക്കാനായിരുന്നു, എനിക്ക് ഇത് വേണമായിരുന്നു, അങ്ങനെയൊക്കെ മക്കൾ തന്നെ കമന്റ് ചെയ്തോ. ഇന്ന് നമുക്ക് എന്തായിരിക്കും പഠിക്കുക? നമുക്ക് എന്നാ ഇന്ന് നമ്മുടെ ബോഡി പാർട്സ് അതിനെപ്പറ്റി പഠിച്ചാലോ? അയ്യോ വേണ്ട മിസ്സേ, ഞങ്ങൾക്ക് UKG LKG അവിടെയൊക്കെ ഞങ്ങൾ ബോഡി പാർട്സ് എന്താണ്, ഇത് കൈ, ഇതെന്താണ്, ഇത് കണ്ണാണ്, ഇത് മൂക്കാണ്, ഇത് വായാണ്, ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാ എന്നൊക്കെ ആയിരിക്കുമല്ലോ എല്ലാരും പറയുന്നത്. പക്ഷേ അതിന്റെ കൂടെ തന്നെ കുറച്ചുകൂടി ചെറിയ കാര്യങ്ങളും കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ മക്കള്, മിസ്സിന്റെ പുനാര മക്കള്, മിസ്സിന്റെ മിടുക്കന്മാരും മിടുക്കത്തികളും മിസ്സിന്റെ കൂട്ടുകാരൊക്കെ റെഡിയല്ലേ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേൾക്കാന്? അല്ലേ? എന്നാ പിന്നെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അല്ലേ? ഓക്കെ, നമ്മള് ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ. മക്കള് കേട്ടിട്ടുണ്ടോ എന്താ ഈ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാല്? പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്നാ പോട്ടെ, അതിന് മുമ്പ് മിസ് നമ്മുടെ ബോഡി പാർട്സ് മക്കൾക്ക് അറിയാന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു ബോഡി പാർട്സ്? ഇവിടെ മക്കൾ ഒരാളെ കാണുന്നുണ്ട്. അവര് എന്താണ്, ഒരാൾ ഇങ്ങനെ നിൽക്കുവാണ്. ആ പുള്ളിക്കാരന്റെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകാരന്റെ കണ്ണും മൂക്കും വായും അതുപോലെ തന്നെ കയ്യും ഇതൊക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് പോവാം. റെഡി അല്ലേ? എന്താണ്? ഇതാണ് ആ കൂട്ടുകാരന്റെ, ഇതാണ് എന്താ, ഇത് തലയാണ്. പിന്നെ ഇതെന്താ, കണ്ണാണ്. ഇത് ആം, പിന്നെ നമ്മുടെ കാല് അല്ലെങ്കിൽ ലെഗ്. ഇത് ഫൂട്ട്. ഫൂട്ട് എന്താ? കാൽപാദം. കേട്ടോ? പിന്നെ എന്താണ് ഇത്? നീ, കാൽമുട്ട്. പിന്നെ കൈയുണ്ട്. പിന്നെ മൗത്ത് ഉണ്ട്. നോസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മൂക്കല്ലേ? നോസ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഇയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചെവി അല്ലെ? അപ്പൊ ഇതൊക്കെ എന്റെ മക്കൾക്ക് അറിയായിരിക്കും അല്ലെ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പാർട്സ് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും ബോഡി പാർട്സിൽ 5 എണ്ണം വളരെ ഇമ്പോർട്ടന്റ്. ഈ 5 എണ്ണങ്ങൾ കൂടി ചേർന്നാണ് നമ്മൾ എന്ത് പറയുന്നത്? പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ? നോക്കാം. ഇനി മിസ് ചോദിക്കട്ടെ, മിസ് ഇവിടെ കിടന്ന് പറയുന്നതൊക്കെ എന്റെ മക്കൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? അപ്പം നിങ്ങൾ എങ്ങനെയാ കേൾക്കുന്നേ? അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ബോഡിയുടെ ഏത് പാർട്ട് വെച്ചിട്ടാ എന്റെ മക്കള് മിസ് പറയുന്നൊക്കെ മക്കളെ കേൾക്കുന്നേ? ഏത് വെച്ചിട്ടായിരിക്കും? ചെവി വെച്ചിട്ട് അല്ലേ? നമുക്ക് ഇങ്ങനെ ഹിയറിംഗ്, നമ്മുടെ എന്താ കേൾവി ശക്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഒരു ഓർഗനാണ് എന്താ, നമ്മുടെ ചെവി എന്ന് പറയുന്നത്. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങളിൽ ഒരാൾ ആരാണ്? നമ്മുടെ ചെവി. അപ്പൊ ഞാൻ പറയുന്ന നോക്ക് മക്കൾ കേൾക്കുന്നുണ്ട്. ഇനി എന്നെ കാണുന്നുണ്ടോ? മിസ് എന്നിട്ട് ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? മിസ്സിന് നല്ലോണം ചേരുന്നില്ലേ? അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുന്നേ? നിങ്ങൾ എന്റെ മക്കൾ എന്നെ കാണുന്നത് കൊണ്ട്. അപ്പൊ അടുത്ത പാർട്ട്, ഈ കാഴ്ച ലഭ്യമാക്കുന്ന ആരാണ്? ഏത് ബോഡിയുടെ ഏത് പാർട്ടാണ്? ഏത് പാർട്ടാ? നമ്മുടെ കണ്ണ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ അവയവം ഏതാ? അത് കണ്ണാണ്. ആദ്യം എന്തായിരുന്നു? ചെവി. രണ്ടാമത് എന്തായിരുന്നു? കണ്ണ്. ഇനി അടുത്തത് ഏതാ? ഇപ്പം നമ്മളിങ്ങനെ ഉച്ച സമയത്തൊക്കെ ഒന്ന് പുറത്തൂടെയൊക്കെ ഒന്ന് പോയാല്, റോട്ടിൽ കൂടെയൊക്കെ ഒന്ന് പോയാല്, നല്ല ഹോട്ടലുണ്ടെങ്കിൽ നല്ല മത്തി പൊരിച്ച മണമൊക്കെ വരത്തില്ലേ നിങ്ങൾക്ക്? വരത്തില്ലേ? അപ്പം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു എന്താണ്, നമ്മുടെ ഈ തോടിലും പുഴയിലും ഒക്കെ ഇങ്ങനെ മലിനജലം കെട്ടിക്കിടക്കുമ്പോൾ ഒരുമാതിരി ഒരു ദുഷിച്ച മണവും നമുക്ക് അനുഭവപ്പെടത്തില്ലേ? അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് അവയവം, ഏത് പാർട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഏത് പാർട്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ മൂക്ക് എന്തിനാ? നമുക്ക് ശ്വസിക്കാന് അല്ലെ? അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പാർട്ട് ഏതാണ്? നമ്മുടെ മൂക്കാണ്. അപ്പൊ നമ്മൾ 3 എണ്ണം കഴിഞ്ഞു. ആകെ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞേ? 5 എണ്ണം ഉണ്ട് അല്ലേ? എന്നാ ഇനി അടുത്തോ നോക്കാം. അപ്പൊ നല്ല ഫുഡിന്റെ, നല്ല മീൻ പൊരിച്ചതിന്റെ അല്ലെങ്കിൽ നല്ല അൽഫാം മന്തിന്റെ എന്തിന്റെയൊക്കെ നല്ല സ്മെല്ലൊക്കെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ? അപ്പൊ നല്ല ടേസ്റ്റ്, നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളതാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഇഷ്ടമാണ് മക്കൾക്ക് എരിവും പുളിയൊക്കെ. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കുന്ന ഏതാണ്? നമ്മുടെ നാവാണ്.
അപ്പൊ നമുക്ക് അടുത്തത് എന്താണ്? നമുക്ക് ടേസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മുടെ നാവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി അടുത്തതോ ടച്ച്. എന്റെ മക്കൾക്ക് ഈ കോഴിക്കാലൊക്കെ ഇങ്ങനെ പിടിക്കണമെങ്കിൽ എന്താ? കോഴിക്കാലെ പിടിക്കണ്ടേ? നമുക്ക് നമ്മുടെ ആ ഒരു ടച്ച് മനസ്സിലാവണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ പറമ്പിൽ കൂടിയൊക്കെ പോകുന്ന തൊട്ടാവാടി കണ്ടിട്ടുണ്ടോ? തൊട്ടാവാടിയിൽ അടുത്ത് വിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ എന്ത് സംഭവിക്കും? തൊട്ടാവാടി ഇങ്ങനെ കൂനിയിരിക്കും അല്ലേ? വിടർന്നിരിക്കുന്ന തൊട്ടാവാടിന്റെ ഇലയൊക്കെ ഇങ്ങനെ കൂനിയിരിക്കും. അവിടെയൊക്കെ നമുക്ക് എന്താ അനുഭവിക്കുന്നത്? ടച്ച്. നമുക്കിങ്ങനെ സ്പർശന സുഖമാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അഞ്ചാമത്തെ ഏതാണ്? നമ്മുടെ ടച്ച് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ കൈ. ഓക്കെ, അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ നമ്മൾ ടോട്ടൽ എത്ര എണ്ണം പറഞ്ഞു? ആദ്യം നമ്മുടെ എന്ത് പറഞ്ഞു? നമ്മുടെ കണ്ണു പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? മൂക്ക് പറഞ്ഞു. കണ്ണെന്തിനാ മക്കളെ? കാണാന്. മൂക്ക് എന്തിനാ മക്കളെ? ശ്വസിക്കാന്. നാവ് എന്തിനാ മക്കളെ? ടേസ്റ്റ് ചെയ്യാന്. അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞത്? നമ്മുടെ സ്കിൻ എന്തിനാ? ടച്ച് ചെയ്യാന്. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഏതായിരുന്നു അത്? നമ്മുടെ മൂക്ക് എന്തിനായിരുന്നു? നോസ്. എന്തിനായിരുന്നു അത്? നല്ല സ്മെല്ലൊക്കെ കിട്ടാനല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് ആകെ 5 സെൻസ് ഓർഗൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒറ്റ വാക്കിൽ എന്താ പറഞ്ഞോണ്ടിരുന്നേ? പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? എന്റെ മക്കൾ കാണുന്നില്ലേ? ഏതൊക്കെയാ ഉള്ളത്? നമ്മുടെ കണ്ണ് എന്തിനാണ്? സെൻസ് ഓഫ് സൈറ്റ്, നമുക്ക് കാഴ്ച കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ നാവ് എന്തിനാണ്? ടേസ്റ്റ്. പിന്നെ നമ്മുടെ സ്കിൻ, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ടച്ച്. പിന്നെ ഏതാണ്? നമ്മുടെ മൂക്ക് എന്തിനാണ്? സ്മെല്ലിന് വേണ്ടി. പിന്നെ നമ്മുടെ ചെവി എന്തിനാണ്? സെൻസ് ഓഫ് സൗണ്ട്. അപ്പൊ ഇതാണ് മക്കളെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന ബോഡി പാർട്സിൽ നിന്ന് നമ്മൾ 5 എണ്ണത്തിനെ സെലക്ട് ചെയ്ത് പറഞ്ഞിട്ട് അതിനെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കി. അതാണ് എന്ത്? പഞ്ചേന്ദ്രിയങ്ങൾ. അപ്പൊ എങ്ങനെയുണ്ട്? രസമല്ലേ? നമ്മളൊരു ചെറിയ കാര്യം കൂടി അഡീഷണൽ ആയിട്ട് പഠിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ തന്നെ ചെറിയ കുട്ടി കാര്യങ്ങളായിട്ട് മിസ് അടുത്ത ദിവസം വരാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. മിസ്സിന്റെ ടാറ്റ തന്നെ. മിസ് പോയിട്ട് വരാം. ബൈ.